4 മണി വാർത്ത തുടരുന്നു. ബ്രഹ്മപുരം തീപിടുത്തം മനുഷ്യനിർമ്മിതമാണോ എന്ന് ഹൈക്കോടതി. പ്രശ്നത്തിന്റെ ഗൗരവം അറിയാമോ എന്ന് കൊച്ചി കോർപ്പറേഷനോട് ഹൈക്കോടതി ചോദിച്ചു. കോടതി വിളിപ്പിച്ചതിനെ തുടർന്ന് കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി ഹൈക്കോടതിയിൽ ഹാജരായി. കൊച്ചിക്കാരുടെ അവസ്ഥ ഗ്യാസ് ചേമ്പറിൽ അകപ്പെട്ട പോലെയാണെന്ന് കോടതി വിമർശിച്ചു. എറണാകുളം ജില്ലാ കളക്ടർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാത്തതെന്നും കോടതി ആരാഞ്ഞു. കളക്ടർ നാളെ നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജൂൺ 6-നുള്ളിൽ മാലിന്യ നിർമ്മാർജ്ജനം കുറ്റമറ്റതാക്കണമെന്നാണ് നിർദ്ദേശം. 3 അമിക്കസ് ക്യൂറിയെ ഡിവിഷൻ ബെഞ്ച് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഡാനി പോൾ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാൻ, കൊച്ചിയിൽ ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിലെ തീ, അതേ തുടർന്നുണ്ടായ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങൾ, കൊച്ചി നേരിട്ട വിഷപ്പുക, ഇതിനെയെല്ലാം അതിരൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത്. ഡാനി, വലിയ വിമർശനം, അത് കോർപ്പറേഷന്, ആകെ മൊത്തം ഭരണ സംവിധാനത്തിന് ഹൈക്കോടതി വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നു ആ വിഷപ്പുകയെ ചൊല്ലി. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത്? എൽദോ, ഇത് കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നഗരം നേരിട്ട വലിയ പ്രശ്നങ്ങൾ, അതിന്റെ മുഴുവൻ തീക്ഷ്ണതയും ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് കൊച്ചിൻ കോർപ്പറേഷനും ജില്ലാ ഭരണകൂടത്തിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും എല്ലാം തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നത് തന്നെയാണ് സത്യം. കാരണം ഇതിൽ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നത് വ്യക്തമാക്കാനായിട്ട് ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ വരും കാലത്ത് ഇതെങ്ങനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും, ഇത്തരം കാര്യങ്ങൾ, ഇതെല്ലാം സംബന്ധിച്ച് വളരെ വ്യക്തമായൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു പദ്ധതി കോടതിക്ക് ആവശ്യമുണ്ട് എന്നത്, അതോടൊപ്പം ഇത് നടപ്പാക്കുന്നത് ഹൈക്കോടതി തന്നെ നേരിട്ട് വിലയിരുത്തും എന്ന മുന്നറിയിപ്പ് അടക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൽ സ്വമേധയാ ഇതിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നൽകിയ ഒരു കത്ത്, ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ചീഫ് ജസ്റ്റിസ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഷൻ ബെഞ്ച് ഇത് സംബന്ധിച്ച നടപടികളിലേക്ക് കടക്കുകയും ഒപ്പം തന്നെ ഇവരോട്, ഈ ഉത്തരവാദിത്തപ്പെട്ടവരോട്, കോർപ്പറേഷൻ സെക്രട്ടറിയോടടക്കം കോടതിയിലെ നേരിട്ട് എത്തുവാനുമായിട്ട് ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ചാണ് 1:45-ന് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് കോർപ്പറേഷൻ സെക്രട്ടറി നേരിട്ട് എത്തുകയും ഇത് സംബന്ധിച്ച ഈ കാര്യങ്ങൾ, കോടതിയുടെ വിമർശനം അടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലെ കോടതിയുടെ അതൃപ്തി അറിയിക്കുകയും ചെയ്തത്. ഖരമാലിന്യ സംസ്കരണം നിരീക്ഷിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയുണ്ടായി. കോർപ്പറേഷന്റെ പ്രവർത്തനം ഇക്കാര്യത്തിൽ ഹൈക്കോടതി നേരിട്ട് വിലയിരുത്തും. അത് മുനിസിപ്പാലിറ്റികളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ അർബൻ ഡയറക്ടർക്ക് ചുമതലയുണ്ട്. അതോടൊപ്പം ജൂൺ 6-ന് മുമ്പ് കൊച്ചിയിലെ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അത് കാര്യക്ഷമമാക്കണമെന്നും കോടതി പറയുകയുണ്ടായി. ഇതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇന്ന് കുറെ കാര്യങ്ങൾ വ്യക്തമാക്കിയുണ്ടായി. പക്ഷെ ഇതെല്ലാം തന്നെ, ഈ സമർപ്പിച്ച വസ്തുക്കളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ നിന്ന് വളരെ അകലെയാണെന്ന് കോടതി പറഞ്ഞു. ഇതിൽ തീപിടുത്തം ഇത് മനുഷ്യനിർമ്മിതമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇത് അന്വേഷിക്കാനായിട്ട് ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്ന് സർക്കാർ കോടതി അറിയിച്ചു. അതോടൊപ്പം തന്നെയുമാണ് ഇതിൽ പരിഹാര മാർഗങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇത് മലിനീകരണ നിയന്ത്രണ ബോർഡും കൊച്ചി നഗരസഭയുമാണ് ഹൈക്കോടതിയിൽ അറിയിക്കേണ്ടത്. ഇതിൽ തുടർ നടപടികളിൽ കോടതിയുടെ നിരീക്ഷണം ഉണ്ടാകും. ഇതിൽ പ്രവർത്തനം തൃപ്തികരമല്ല എങ്കിൽ കൊച്ചിയിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് എഞ്ചിനീയറെ സ്ഥലം മാറ്റുമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. ജസ്റ്റിസുമാരായ SV ഭാട്ടിയയും ബസന്ത് ബാലാജിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇങ്ങനെ കർശനമായ ഒരു ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയത്. അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനം, നേരിട്ട് ഹാജരാകണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ കേസ് വീണ്ടും ഇതേ സമയത്ത് തന്നെ പരിഗണിക്കും. അപ്പോൾ കളക്ടർ നേരിട്ട് ഹാജരാകണം. നാളെ തദ്ദേശ സെക്രട്ടറിയും ഓൺലൈനിൽ ഇതിൽ എത്തണമെന്നും അടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം മാലിന്യങ്ങൾ പൊതുജനങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നുണ്ട്. അത്തരക്കാർക്കെതിരെയും കൃത്യമായിട്ടുള്ള വിമർശനം. ഗ്യാസ് ചേമ്പറിലാണ് കൊച്ചി എന്നുള്ള തരത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. കളക്ടർ നേരിട്ട് ഹാജരാകുകയും വേണം, കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകുകയും വേണം. വിശദാംശങ്ങളാണ് നൽകിയത് ഡാനി പോൾ കൊച്ചിയിൽ.